നായരല്ലെങ്കിലും നെൽക്കതിരിൽ സൂര്യൻ പതിക്കുന്ന സുവർണ ശോഭയാണ് പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തുന്ന PJ കുര്യന്. സമുദായാചാര്യൻ മന്നത്തിനെ അനുസ്മരിക്കാനെത്തിയ അദ്ദേഹം കണ്ടവരെയെല്ലാം പൊന്നെ എന്ന് വിളിച്ച് നായർ പടയാളിയായി. എൻ്റെ ചുമതല അനുസ്മരണ ഭാഷണമാണ്. യഥാർത്ഥത്തില് ഇതിന് ഞാൻ അർഹനാണോ എന്ന സന്ദേഹം എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായും ജീവിതത്തിൽ ഒരു അസുലഭ ഭാഗ്യമാണ്, ഒരു വലിയ പദവിയുമാണ്. ഇതിന് ഞാൻ അർഹനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പണിക്കർ സാറും മണിച്ചേട്ടനും പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചു, അർഹനാണെങ്കിലും അല്ലെങ്കിൽ. യഥാർത്ഥത്തിൽ ആരും എതിർക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു സംഘടനയാണ് NSS. ആരെങ്കിലും എതിർത്താലും NSSനൊരു പോലും പറ്റുകയുമില്ല. എതിർക്കുന്നവർ റബ്ബർ പന്ത് പോലെ തെറിച്ചു പോകും. NSSനെ അവഗണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അവഗണിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവർ വിവരം അറിയും. MC റോഡിൽ കൂടെ ചങ്ങനാശ്ശേരി കൈവഴി കടന്നു വരുന്ന ഒരു നേതാവിനും പെരുന്നയെ അവഗണിക്കാൻ പറ്റില്ല. ചില ആളുകൾ കയറാതെ കടന്നു പോകാൻ ധൈര്യം കാണിക്കും. അവര് രാത്രിയിൽ മുണ്ടിട്ട് ഇവിടെ വരും. അതാണ് NSS. സംഘടനകൾ വളരുന്നു, സംഘടനകൾ ഉണ്ടാകുന്നു, വളരുന്നു, തളരുന്നു, പിളരുന്നു. NSS ഉണ്ടായി, വളർന്നിട്ടേ ഉള്ളൂ, തളർന്നില്ല, പിളർന്നില്ല. ക്രൈസ്തവ സഭകൾ പോലും പിളരുന്നു, പിന്നെ പിളരുന്നു. NSS അത് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? എത്ര കാറ്റടിച്ചാലും ആരെതിർത്താലും NSS തകരാതെ ഉയർന്ന് നിൽക്കും. കാരണം സമുദായത്തിന്റെ അതേ കാൽപ്പാടുകളെ അണുവിടെ തെറ്റാതെ പിന്തുടരുന്ന നേതൃത്വമാണ് NSSനെ നയിക്കുന്നത് എന്നുള്ളതാണ്. സാത്വികനും ഗാന്ധിയനുമായ പണിക്കർ സാർ അതേ പാതയിലെ നയിക്കുന്നു. പണിക്കർ സാറിന്റെ, സുകുമാരൻ നായർ സാറിന്റെ കൈകളിൽ NSS ഭദ്രമാണ്.